സ്വരാജ് അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കും. ബഹുമാനപ്പെട്ട സ്പീക്കർ, കേരളത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന അഭിമാനകരവും പ്രതീക്ഷാനിർഭരവുമായ ബഡ്ജറ്റാണ് ബഹുമാന്യനായ ധനമന്ത്രി സഖാവ് ടി എം തോമസ് ഐസക് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റിനെ പൂർണ്ണമായും ഞാൻ പിന്തുണയ്ക്കുകയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾക്കും വിഭിന്നമായ നിലപാടുകൾക്കുമപ്പുറം എല്ലാവരുടെയും, എതിർക്കുന്നവരുടെ പോലും അഭിനന്ദനങ്ങൾക്കും പ്രശംസയ്ക്കും പാത്രമായി മാറാൻ കഴിഞ്ഞുവെന്നതാണ് ഈ ബഡ്ജറ്റിന്റെ ഒരു പ്രത്യേകത. നമുക്കറിയാം, കേരളത്തിൽ യുഡിഎഫിന്റെ രാഷ്ട്രീയ നിലപാടുകളോടൊപ്പം എല്ലാ കാലത്തും നിലയുറപ്പിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന പത്രമാധ്യമങ്ങൾ, പ്രത്യേകിച്ചും മലയാള മനോരമ ദിനപത്രം ഈ ബഡ്ജറ്റിനെ വിശേഷിപ്പിച്ചത് ഒന്നാം പേജിലെ തലക്കെട്ട് ക്ഷാമമെങ്കിലും ക്ഷേമം എന്നായിരുന്നു. നിങ്ങൾ ഉണ്ടാക്കിയ ക്ഷാമത്തിനിടയിലും ക്ഷേമകരമായ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് എന്ന് മലയാള മനോരമയ്ക്ക് തന്നെ ജനങ്ങളോട് പറയേണ്ടതായി വന്നു. മാതൃഭൂമി പത്രത്തിന്റെ തലക്കെട്ട് ജനകീയം എന്ന ഒറ്റ വാക്കായിരുന്നു. ക്ഷേമത്തിന് പിശുക്കില്ല എന്ന മറ്റൊരു തലക്കെട്ട് കൂടി ചേർക്കാൻ മാതൃഭൂമി സന്നദ്ധമായി. കേരളകൗമുദിയാവട്ടെ അന്നവസ്ത്രാദി മുട്ടാതെ എന്ന് ഈ ബഡ്ജറ്റിനെ ശ്ലാഘിച്ചുകൊണ്ട് തലവാചകം എഴുതി ചേർന്നു. ദ ഹിന്ദുവിന്റെ തലക്കെട്ട് ബിഗ് പുഷ്, ചെറിയ പുഷല്ല, ബിഗ് പുഷ് ഫോർ ഇൻഫ്ര ആൻഡ് വെൽഫെയർ ഇൻ ബഡ്ജറ്റ് എന്നായിരുന്നു. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത്, രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് കേരളമാകെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതായി ഈ ബഡ്ജറ്റിന് മാറാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അതാണ് തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ടത്. ബഹുമാന്യനായ തൃത്താലയിലെ മെമ്പർക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ടുമുൻപായി സഭയിൽ അവതരിപ്പിച്ച ധവളപത്രം കണ്ടപ്പോൾ അതൊരു കുറ്റപത്രമായിട്ടാണ് തോന്നിയത്. അത് സ്വാഭാവികമാണ്. സാമ്പത്തിക കുറ്റവാളികൾക്ക് ധവളപത്രം കാണുമ്പോൾ കുറ്റപത്രമായി അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് അതിയായ ആഹ്ലാദമാണുള്ളത് എന്നുകൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റിനെ കേരളം ഏറ്റുവാങ്ങാൻ കാരണം ഇത് സാധാരണക്കാരുടെ ബഡ്ജറ്റാണ്. ഇത് അടിച്ചമർത്തപ്പെട്ടവരുടെ, അകറ്റി നിർത്തപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തിയോടെയുള്ള ഒരു സർക്കാരിന്റെ വിളംബരമാണ്. ഇവിടെ ഭരണാധികാരികൾ പുതിയ നയം ആവിഷ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞത്, ഒരു ഭരണാധികാരി പുതിയൊരു നയം ആവിഷ്കരിക്കുമ്പോൾ മനസ്സിൽ കാണേണ്ടത് ആ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ മുഖമാവണം എന്നാണ്. ഞാൻ മഹാത്മാഗാന്ധിയെ ഇവിടെ ഉദ്ധരിക്കുന്നത് ബഹുമാന്യനായ പാലക്കാട് മെമ്പർക്ക് ഇഷ്ടമാകുമോ എന്നെനിക്കറിയില്ല. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഗാന്ധിയെയും നെഹ്റുവിനെയും കോട്ട് ചെയ്യുകയോ ബൈബിൾ ഉദ്ധരിക്കുകയോ അല്ല വേണ്ടത്, മാർക്സിനെ മാത്രമേ ഞങ്ങളൊക്കെ പറയാൻ പാടുള്ളൂ എന്നാണ്. അദ്ദേഹം മാത്രമാവില്ല ഈ അഭിപ്രായമുള്ളത് എന്ന് ഞാൻ കരുതുന്നു. ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരുടെ അവദാനങ്ങൾ വാഴ്ത്താൻ മത്സരബുദ്ധിയോടുകൂടി മത്സരിക്കുന്നവർക്കിടയിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ നെഹ്റുവിനെക്കുറിച്ച് പറയുന്നത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ ഇഷ്ടം നോക്കിക്കൊണ്ട് പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇനിയും ഇത്തരത്തിൽ കാലാനുസൃതമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ബൈബിളിനെ കുറിച്ച് ഉദ്ധരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ എപ്പോഴാണ് ഇതൊക്കെ പഠിച്ചത് എന്ന്. കത്തിക്കാൻ വേണ്ടി മാത്രം പുസ്തകങ്ങൾ കൈകൊണ്ട് തൊടുന്നവർക്ക് പുസ്തകം വായിക്കുന്നവരോടും വായിച്ച കാര്യങ്ങൾ പങ്കുവെക്കുന്നവരോടും ഒരു ഇത്തിരി അസൂയയും കുശുമ്പും ഒക്കെ തോന്നുക വളരെ സ്വാഭാവികം മാത്രമാണ്. ആ സ്വാഭാവികമായ പ്രതികരണമായി മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. പുസ്തകം കത്തിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ പ്രകോപിതരാവേണ്ടതില്ല. EMSന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം കത്തിച്ചത് നിങ്ങളാണ്. അരുന്ധതി റോയിയുടെ ഫോർ ഗ്രേറ്റർ കോമൺ ഗുഡ് കത്തിച്ചത് നിങ്ങളാണ്. VKNന്റെ അധികാരം കത്തിച്ചത് നിങ്ങളാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പുസ്തകം വായിക്കുന്ന ആളാണ് എന്നെനിക്കറിയാം. അദ്ദേഹത്തിന് ഇത് ബാധകമല്ല. ബാക്കി പറഞ്ഞവർക്ക് ഏറെക്കുറെ എല്ലാവർക്കും ഇത് ചേരും എന്നും ഞാൻ ബലമായും ന്യായമായും വിശ്വസിക്കുന്നുണ്ട്. ഏതായിരുന്നാലും മാർക്സിന്റെ ഒരു ഉദ്ധരണി കേൾക്കാൻ വല്ലാത്ത കൊതിയോടുകൂടിയാണ് പാലക്കാട് മെമ്പർ ഇത് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. മഹാനായ മാർക്സ് ഒരിക്കൽ പറഞ്ഞു, മനുഷ്യ സംബന്ധിയായ ഒന്നും ഞങ്ങൾക്ക് അന്യമല്ല, മനുഷ്യ സംബന്ധിയായതൊന്നും അന്യമല്ലെന്നും മനുഷ്യനുമായി ബന്ധമുള്ളതിലെല്ലാം ഞങ്ങൾ ഇടപെടുമെന്നും അഭിപ്രായം പറയുമെന്നും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമെന്നും ഉള്ളത് മാർക്സിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. ഇതേതെങ്കിലും പ്രസംഗത്തിൽ ഉദ്ധരിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഈ ബഡ്ജറ്റിന്റെ തന്നെ ഊന്നൽ അതിലാണ്. അതാണ് നാം കാണേണ്ടത്. ഈ ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കൂ, മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണാൻ ഞാൻ മുൻപ് സൂചിപ്പിച്ചു, പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അകറ്റി നിർത്തപ്പെട്ടവരുമായുള്ളവരുടെ ദുരിതങ്ങൾ കറുതി കാണാനുള്ള ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് ബഡ്ജറ്റിൽ പ്രതിഫലിക്കുന്നത്. ഭൂമിയില്ലാത്തവർക്കെല്ലാം ഭൂമി, വീടില്ലാത്തവർക്കെല്ലാം വീട്. ഇത് കേരളത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾ ഭൂമി കൊടുത്തതിനെക്കുറിച്ച് ഇന്നലെ കണക്കിവിടെ പറഞ്ഞു. നിങ്ങൾ പട്ടയം കൊടുത്തു. പട്ടയമെന്ന് പറഞ്ഞാൽ
ക്രയവിക്രയാവകാശമുള്ള കൈവശ രേഖയാണ് പട്ടയം. നിങ്ങൾ കൊടുത്തതിൽ അക്ഷരങ്ങളും അക്കങ്ങളും ഉണ്ടായിരുന്നു, ഔദ്യോഗിക മുദ്രയുണ്ടായിരുന്നു, പക്ഷെ ഭൂമി ഉണ്ടായിരുന്നില്ല. അത് അച്ചടിച്ച കടലാസിന്റെ വില മാത്രമുള്ള പട്ടയം കൊടുത്തതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് പ്രയോജനം? നിങ്ങൾ ചെയ്തത് വഞ്ചനയായിരുന്നു. നിങ്ങളുടെ ഗവൺമെന്റിന്റെ മുഖമുദ്ര വഞ്ചനയായിരുന്നു. വഞ്ചകരുടെ സർക്കാരായിരുന്നു നിങ്ങളുടെ സർക്കാർ. ഇവിടെ നിങ്ങൾ മുൻപ് പരാമർശിച്ചു, നിങ്ങൾ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം എന്ന മലയാള വാക്കിന്റെ അർത്ഥം ഔപചാരികമായ ആരംഭം എന്നാണ്. ഔപചാരികമായി ആ വിമാനത്താവളം തുറന്നുവോ? കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം കയറി യാത്ര ചെയ്ത ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാകുമോ? കൊച്ചി മെട്രോ നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മെട്രോയുടെ തൂണ് പോലും പണി പൂർത്തിയാകുന്നതിന് മുൻപ് ഉദ്ഘാടനം ചെയ്ത നിങ്ങൾ കൊച്ചി മെട്രോയിലൂടെ യാത്ര ചെയ്ത ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാകുമോ? സ്മാർട്ട് സിറ്റി നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് സിറ്റിയിൽ ആരംഭിച്ച പുതിയ IT കമ്പനിയിൽ ജോലി കിട്ടിയ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാകുമോ? എന്തിനായിരുന്നു ഈ വഞ്ചന? ഈ വഞ്ചനയ്ക്കാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് പ്രഹരം തന്നത്. നിങ്ങൾ തിരസ്കരിക്കപ്പെട്ട മുന്നണിയാണ്. നിങ്ങൾ പരാജയപ്പെട്ട മുന്നണിയാണ്. കേരള രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മൂലയിലേക്ക് വലിച്ചെറിയപ്പെട്ടവരാണ് നിങ്ങൾ. ആ പരാജയം നിങ്ങൾ അംഗീകരിക്കണം. ജനവിധിയെ നിങ്ങൾ അംഗീകരിക്കണം. ജനങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്തിയെന്നും എന്തുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചുവെന്നും സമചിത്തതയോടെ മനസ്സിലാക്കാനുള്ള ആർജവമാണ് നിങ്ങൾ കാണിക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ 50% വർദ്ധിപ്പിച്ചു ഈ ബഡ്ജറ്റിൽ. സ്ത്രീകൾക്കായി ഒരു ക്ഷേമ വകുപ്പ് പ്രത്യേകമായി ആരംഭിച്ചു. സാംസ്കാരിക രംഗത്ത് പുത്തനുണർവാണ് സൃഷ്ടിച്ചത്. 14 ജില്ലകളിലും വലിയ സാംസ്കാരിക സമുച്ചയങ്ങൾ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി വരുന്നു. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും വാഗ്ഭടാനന്ദനും എടച്ചേന കുങ്കനും വൈക്കം മുഹമ്മദ് ബഷീറും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും സഹോദരൻ അയ്യപ്പനും P കൃഷ്ണപിള്ളയുമെല്ലാം ആകാശത്തിന്റെ അപാരതകളിലേക്ക് ശിരസുയർത്തി നിൽക്കുന്ന മഹത്തായ സാംസ്കാരിക സമുച്ചയങ്ങളായി നമ്മുടെ അഭിമാനത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഇക്കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് ഇടയ്ക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, എല്ലാ ജില്ലാ കേന്ദ്രമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും കൊച്ചി രാജ്യത്തിന്റെ കേന്ദ്രം മാത്രമല്ല, എറണാകുളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് തൃപ്പൂണിത്തുറയിലായിരിക്കും സഹോദരൻ അയ്യപ്പന്റെ പേരിലുള്ള ആ സാംസ്കാരിക സമുച്ചയം എന്ന കാര്യത്തിൽ എനിക്കോ കേട്ട മറ്റ് മെമ്പർമാർക്കോ സംശയമുണ്ടാകാനിടയില്ല. കേരളത്തിലാർക്കും സംശയമുണ്ടാവില്ല. മാത്രവുമല്ല, അഴിമതിക്കെതിരെ അതിശക്തവും മാതൃകാപരവും ആവേശോജ്വലവുമായ ഒരു വിധി എഴുതിയ ജനത കൂടിയാണ് തൃപ്പൂണിത്തുറ എന്നതുകൊണ്ട് അവരും അതങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ധനമന്ത്രിയുടെ മറുപടിയിൽ അക്കാര്യം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 700 കോടിയിലധികം രൂപയാണ് സാംസ്കാരിക രംഗത്ത് നീക്കിവെച്ചത്. നിങ്ങളുടെ കാലത്ത് എത്രയായിരുന്നു? ബഹുമാനപ്പെട്ട ശ്രീ KM മാണി അവതരിപ്പിച്ച അവസാനത്തെ ബഡ്ജറ്റ്, അതിനെ ഒടുക്കത്തെ ബഡ്ജറ്റ് എന്ന് വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു, അതിൽ 14 കോടിയായിരുന്നു നീക്കിവെച്ചത്. കായിക രംഗത്ത് 14 ജില്ലകളിലും മൾട്ടിപർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം 700ഓളം കോടി രൂപ അതിനുവേണ്ടി നീക്കിവെച്ചു. നിങ്ങളുടെ കാലത്ത് 94 കോടി രൂപയായിരുന്നു അതിന് നീക്കിവെച്ചിട്ടുള്ളത്. പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കാൻ, അതിന്റെ നിലവാരം ഉയർത്താൻ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതികൾ, സ്കൂൾ യൂണിഫോം സൌജന്യമായി കൊടുക്കും എന്ന നിർദ്ദേശം, ഇതിനെല്ലാം കേരളം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് കാണാനാവാത്തത്? കണ്ണുണ്ടായിട്ടും കാണാൻ കഴിയാതെ പോകുന്ന നിങ്ങളുടെ സ്ഥിതിയിൽ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 11-ാം വാചകം പറയുന്നു, നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, നിങ്ങൾ കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഇത്രമാത്രം നിങ്ങളെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി മത്തായി എങ്ങനെ എഴുതിയെന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ മുൻപിലുള്ള സമയമാപിനി എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറ്റ് പലരെയും പോലെ കൂടുതൽ സമയമെടുത്ത് ഈ സഭയുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ല എന്നുകൂടി സഭാധ്യക്ഷൻ ഉറപ്പു കൊടുക്കുന്നു. അവസാനമായി പറയാനുള്ളത് യുവജനങ്ങളെ സംബന്ധിച്ചാണ്. ഇവിടെ നിയമന നിരോധനത്തെക്കുറിച്ചൊക്കെ ചിലർ പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ കസേരകളിൽ നിങ്ങൾ അമർന്നിരുന്നപ്പോ ഈ ഗേറ്റിന് പുറത്ത് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ നന്ദാവനം ക്യാമ്പിലൊക്കെ ഇവിടെ ഇരിക്കുന്നു രാജനും ഞാനും, ഞങ്ങൾ അടിയേറ്റു വാങ്ങി, ഞങ്ങൾ ഒരുപാട് പേർ തല്ലുകൊണ്ട് തലപൊട്ടിയും എല്ലൊടിഞ്ഞു ചോര ചിന്തിയും ഞങ്ങൾ പൊരുതിയത് നിയമന നിരോധനത്തിനെതിരായിരുന്നു. സാങ്കേതികമായി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? നിയമന നിരോധനമില്ല എന്നിവിടെ മറുപടി പറഞ്ഞു അത്രേ. അതിനാണ് അപ്രഖ്യാപിത നിയമന നിരോധനം എന്ന് പറയുന്നത്. കയ്യിൽ അഡ്വൈസ് മെമ്മോയുമായി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വർഷങ്ങളായി കാത്തുനിന്നു. അതിന് അറുതി വരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ സമരം ചെയ്തത്. ഞങ്ങൾ നിരാഹാരം കിടന്നത്. ഇന്നത്തെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, അന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, അന്ന് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു, ഒത്തുതീർപ്പുണ്ടാക്കി. ആ ഒത്തുതീർപ്പ് പോലും നിങ്ങൾ പാലിച്ചില്ല. ഇവിടെ ഒരു നിയമന നിരോധനവുമില്ല. ഇവിടെ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ മാത്രം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞത് പുതിയ തസ്തിക വേണമെന്നായിരുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് അഡ്വൈസ് മെമ്മോ കിട്ടിയവർക്കെങ്കിലും ജോലി കൊടുക്കണമെന്നായിരുന്നു. അതുകൊണ്ട് ചരിത്രം മറന്നുപോകരുത്, മറക്കാനുള്ളതല്ല. നിർത്തും ഒരു സെക്കൻഡ് പോലും എടുക്കില്ല, നിർത്താനുള്ളതല്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 6-ാം വാചകം, അത് ഞാൻ വായിക്കുന്നില്ല, സമയക്കുറവ് കൊണ്ട് മാത്രമല്ല. ഒരുപക്ഷെ ഈ ശാന്തമായ അന്തരീക്ഷത്തെ അത് ചൂടുപിടിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത്ര അമൂല്യമായ വിശുദ്ധമായ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ മത്തായിയുടെ 7-ാം അധ്യായം 6-ാം വാചകം
നിങ്ങളെല്ലാം മനസ്സിരുത്തി വായിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ സമയത്തിൽ ഒരു സെക്കൻഡ് പോലും കൂടുതൽ എടുക്കാതെ നിർത്തുന്നു. താങ്ക് യു